നമ്മൾ മേട്ടുപ്പാളയിൽ നിന്ന് കൊണ്ടുവന്ന ചായപ്പൊടി ഇതുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കമ്പനിയിൽ ഇറക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 9:30 ആകുമ്പോൾ തുടങ്ങി. ഇതുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവന്ന ഈ വണ്ടിയിൽ കയറ്റിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് വയ്ക്കും. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ചായപ്പൊടി ഇറക്കിയിട്ടുണ്ടോ ഏറ്റവും മേളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ എന്തോ പരിപാടി എന്ന് വെച്ചാൽ ഇവർ നമ്മൾ കൊണ്ടുവന്ന ചായപ്പൊടി ചെറിയ ചെറിയ പാക്കിലൊക്കെ ആക്കിയിട്ട് പല സ്ഥലങ്ങളിലോട്ട് ഇനിയും ഇത് യാത്ര ചെയ്യാനുണ്ട് നമ്മളെ ചായപ്പൊടി. അപ്പം നമുക്ക് ലോഡ് ഇറക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രീ സിറ്റി, ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മളെ യാത്ര അവസാനിപ്പിച്ചത്. നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലോഡ് എന്ന് പറയുന്നത് നമ്മൾ നേരെ, അതായത് ശ്രീ സിറ്റിയിൽ നിന്നും ഇനി ഹൈദരാബാദിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് ലോഡ് എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് AC ഉണ്ടല്ലോ, ഡൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ AC കയറ്റിയിട്ട് നേരെ ഹൈദരാബാദ് പോകുന്നു. അതിനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ഡൈക്കിൻ്റെ ഫാക്ടറിയിലോട്ട്, ഈ കോമ്പൗണ്ടിനകത്ത്, അതായത് ഈ ശ്രീ സിറ്റി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയ അകത്ത് തന്നെയാണ് ഡൈക്കിനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഡൈക്കിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ശ്രീ സിറ്റിയിലെ ഡൈക്കിൻ എന്ന് പറഞ്ഞാൽ AC കമ്പനിയുടെ ഫാക്ടറിയിലാണ് കേട്ടോ. ഇതാണ് ഫാക്ടറി. ആ ബാക്കിലൊക്കെ വണ്ടി പോകുന്നുണ്ടോ, അവിടെയാണ് നമുക്ക് ലോഡ് കയറ്റേണ്ട സ്ഥലം എന്ന് പറയുന്നത്. അപ്പം സമയമെടുക്കും. ഇതാ നമ്മൾ പുറകെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അതിൽ 5ാമത്തെ വണ്ടിയാണ് നമ്മളെ വണ്ടി. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കമ്പനിക്കകത്തോട്ട് നമ്മൾ മനുവിനെ കയറത്തില്ല കേട്ടോ. മനു ഇപ്പോൾ സെക്യൂരിറ്റി റൂമിൽ നിൽക്കുകയാണ്. ഞാൻ നേരെ മനുവിൻ്റെ അടുത്തോട്ട് പോകണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഡൈക്കിൻ്റെ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. AC ഒക്കെ ഉണ്ട് കേട്ടോ. ഡൈക്കിൻ്റെ തന്നെ AC ഉണ്ട്. അപ്പം മനുവിനെ അകത്തോട്ട് വിട്ടില്ല അല്ലേ? അതല്ലേ, അത് വേണം. ഓരോ കമ്പനിയിൽ ഓരോ നിയമങ്ങളാണ്. നമുക്കൊന്നും പറയാനില്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ കസേരയൊക്കെ ഉണ്ട്, ഇവിടെ ഇരിക്കാം. AC ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും സമയത്തിന് എടുക്കും കേട്ടോ. ഇവിടെ ഉണ്ടോ ഓരോ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ഒക്കെ മീറ്റിംഗ് കൂടുന്നതൊക്കെയാണ് അപ്പുറത്ത്. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഡൈക്കിൻ്റെ കമ്പനിയിൽ നമ്മൾ പൈസ കൊടുത്ത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ക്യാൻറ്റീനാണ്, ഫ്രീ ഉണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫുകൾക്കാണ്. ഫുൾ AC ഉണ്ടോ, എവിടെ പോയാലും AC ആണ്. നമ്മളിപ്പം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മളെ ഉച്ചത്തെ ആഹാരം കേട്ടോ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ചിക്കൻ റൈസ് എന്ന് പറഞ്ഞ സാധനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ വിലയും ക്യാൻറ്റീൻ ആയതുകൊണ്ട് വിലയും കുറവാണ് കേട്ടോ. 2 പേർക്ക് 136 രൂപ ആയിട്ടുള്ളൂ നമുക്ക് ഈ ചിക്കൻ റൈസിന്. പക്ഷെ നമുക്ക് ഈ കമ്പനിയുടെ വെളിയിലോട്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇതിനകത്തുള്ള ക്യാൻറ്റീനെ ഫുഡ് കഴിക്കാവും. ഗേറ്റിൻ്റെ വെളിയിൽ പോകാൻ പറ്റത്തില്ല. മനു സ്പൂൺ എടുക്കാൻ വരികയാണ്. അതാണ് മനുവിൻ്റെ ബിരിയാണി. സ്പൂൺ കിട്ടിയോ? ചിക്കൻ റൈസ് കഴി. ആ, അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ടല്ലേ. AC ഒക്കെ ആയതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. അതെന്ത് സോസാ അത്? കുരുമുളകാ? ഗ്രീൻ ചില്ലി പച്ചമുളക്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചത്തെ ആഹാരം. ഗ്രീൻ ചില്ലി കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ കുറച്ച് മതി, നല്ല എരിവായിരിക്കും. വലിയ എരിവൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നേരെ അവിടെ പോയിരിക്കാം. ഇന്നത്തെ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലായിട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഇന്ന് ഹാൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ഇന്നില്ല കേട്ടോ. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഹാൾട്ടായി കണ്ടോ. ഇത്രയും വണ്ടികൾ ഇവിടെ ഹാൾട്ടായി കിടക്കുവാണ്. ഇന്ന് നൈറ്റ് ഷിഫ്റ്റിന് ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് ലോഡ് കയറ്റിയില്ല. ഇവിടെ വേണ്ടേ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മനുവിനെയും വിളിച്ചോണ്ട് വന്നു. മനു വീണ്ടും അകത്ത് കയറാം. അതുകൊണ്ട് നിനക്ക് അകത്ത് കയറാൻ പറ്റി. അതെ, അതുകൊണ്ട് നിനക്ക് അകത്ത് കയറാൻ പറ്റി. ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നേനല്ലേ. ആ, അപ്പൊ നമുക്ക് ഇതോണ്ടേ നമ്മള് വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ ഇനി എന്താ പരിപാടി? നീ കയറി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. ഷട്ടർ ഇടുക, കിടക്കുക അല്ലേ. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട് കേട്ടോ. ACയുടെ കടയുണ്ടല്ലേ, ACയുടെ ഫാക്ടറി ആയതുകൊണ്ട് അപ്പം പോയി കയറി ഇരിക്കാല്ലേ. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോയി രാത്രിത്തെ ഫുഡും കഴിച്ചു. കണ്ടോ,
ഇനി ഒരുപാട്, ഇനി കുഴപ്പമില്ല. നാളെ നമുക്ക് ആദ്യം തന്നെ കയറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ട് നാളെ നമ്മൾ ലിസ്റ്റിൽ ഫസ്റ്റ് ആയിരിക്കും. അപ്പം വണ്ടിക്കകത്ത് കയറി കിടക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കുന്നത്. അതായത് ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ നമ്മൾ ലോഡിങ്ങിന് രാവിലെ ഒരു 9:30 ആകുമ്പോൾ അവർ വന്ന് വിളിച്ചു കേട്ടോ. വന്ന് വിളിച്ച് വണ്ടി നമ്മളെ ലോഡിങ് പോയിന്റിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലോഡിങ് സ്റ്റാർട്ട് ചെയ്തു. AC-യുടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ലോഡ് കയറി കഴിയും. അതിനുശേഷം നമ്മൾ വണ്ടി എടുത്ത് വെളിയിലിടണം. എന്നിട്ട് പിന്നെ ഒരു മണിക്കൂർ എടുക്കും നമുക്ക് ബില്ലൊക്കെ കിട്ടാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉച്ചയാവും. വെയിറ്റ് ചെയ്യാം. മനു വീണ്ടും നമ്മുടെ സെക്യൂരിറ്റി റൂമിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇനി ലോഡ് കയറ്റി ബില്ലിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ ഫസ്റ്റ് പണി തീരാറായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതുകൊണ്ട് വണ്ടി ഫുൾ ലോഡ് കയറ്റി കഴിഞ്ഞോണ്ടോ. ഫുൾ ലോഡ് AC ആണ്. ഏറ്റവും ടോപ്പിൽ ഇച്ചിരി സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറടച്ച് നമ്മൾ പണി തീർക്കട്ടെ. അങ്ങനെ ഗുണമുണ്ട്. ജസ്റ്റ് ഡോറടച്ചാൽ മാത്രം മതി നമുക്ക്. നമ്മളിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തു. ഇനി എന്ന് പറയുന്നത് ഇതിനകത്ത് അവർ സീൽ വയ്ക്കും കേട്ടോ. ഈ സീല് നമ്മളിനി അവിടെ പോയിട്ടേ പൊട്ടിക്കാൻ പാടുള്ളൂ. നമ്മൾ ക്ലോസ് ചെയ്തതിനകത്ത് സീൽ വയ്ക്കുന്ന പരിപാടിയാണ്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് ബില്ല് കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഒരു ലോഡ് AC-യുമായിട്ട് ഇറങ്ങി കേട്ടോ. 24 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അതെ, ഒരു പരുവായി പോയി. വെയിറ്റിംഗ് ആയിരുന്നു. 24 hours നമ്മൾ ലോഡ് കയറ്റി 24 hours. ഇന്നലെ 1 മണിക്ക് ഇവിടെ കയറ്റി. ഇന്ന് 1:22 ഇവിടെ ഇറങ്ങി. അതെ, ലോഡ് കയറ്റാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് ഞങ്ങളൊന്ന് വെളിയിൽ പോയി ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവാ അല്ലേ. കാരണം ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ബോറടിച്ചിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ക്യാന്റീനിൽ പോകാൻ പറ്റത്തില്ല. എവിടെയും പോകാൻ പറ്റില്ല. അവിടെ ഇരിക്കണം. സ്ട്രിക്റ്റാണ്. മലയാളി എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഇത് തന്നു കേട്ടോ. ഇതായി സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റം ഐക്യല്ലേ. ഓവർ സെക്യൂരിറ്റി സിസ്റ്റം. അതെ. അപ്പൊ നമുക്ക് ഈ കാണുന്ന റോഡില്ലേ, ഇത് നമ്മുടെ ശ്രീ സിറ്റിയുടെ റോഡാണ്. ഈ റോഡ് പിടിച്ച് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേ 16 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ 16 ചാടാം. അപ്പൊ നമ്മൾ നേരെ നാഷണൽ ഹൈവേയിൽ എത്തിയല്ലേ മനു? നെല്ലൂർ റൂട്ടിലോട്ട് പോവാ നമ്മൾ. അതെ. അപ്പൊ നമ്മളെ യാത്ര തുടങ്ങുവാണല്ലേ. നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നു. നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് HP-യുടെ പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം. നമുക്ക് അടുത്തുള്ള ഇവിടെയൊക്കെ പമ്പ് കുറവാട്ടോ. HP-യുടെ പമ്പിൽ എന്തിനാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയായിരിക്കും. പിടിച്ചോ മനു. അപ്പൊ നമുക്ക് പോവാം. ഇനി ഹൈവേ പിടിച്ച് NH-16 കൂടിയാണ് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞ കേട്ടോ. അപ്പം ഇതിനകത്തുള്ള നമ്മൾ HP-യുടെ പമ്പ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദൂരം ഓടി കേട്ടോ. പമ്പിൽ എണ്ണയൊക്കെ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു വീഡിയോ. പക്ഷേ പമ്പ് എവിടെയും കിട്ടിയില്ല. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ HP-യുടെ പമ്പിൽ നിന്ന് മാത്രമേ അടിക്കുന്നുള്ളൂ. അത് സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും. HP-യുടെ കാർഡുണ്ട്. HP-യുടെ കാർഡ് നമ്മുടെ കാർഡായിട്ട് നമ്മുടെ കയ്യിലില്ല. നമുക്ക് OTP വെച്ച് അടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതായത് നമ്മളെ ഈ വണ്ടിയുടെ ഓണറുടെ നമ്പറിലോട്ട് ഒരു OTP പോകും. ആ OTP പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. അതായത് HP-യുടെ ആപ്പുണ്ട്. ആ ആപ്പിൽ അക്കൗണ്ടിൽ പൈസ ഇട്ടുണ്ടോ ആ പൈസ കട്ടാവും. അങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ HP-യുടെ പമ്പിൽ അടിക്കത്തുള്ളൂ. അപ്പോൾ HP-യുടെ പമ്പിൽ അടിച്ചാൽ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോണസ് കിട്ടും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് 400 രൂപ ബോണസ് കിട്ടും. അപ്പുറത്ത് നോക്കിയേ, ഭയങ്കര പാലല്ലോ അല്ലേ. അങ്ങ് അപ്പുറത്ത് ലോങ്ങില് അടിപൊളി അല്ലേ. അപ്പൊ അങ്ങനെ 4000 രൂപ നമുക്ക് ബോണസ് കിട്ടും. 4000 അല്ല
അപ്പോൾ നമുക്ക് 400 രൂപ ബോണസ് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ അങ്ങനെ ഒത്തിരി വണ്ടിയുള്ളവർക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് കാറ്റടിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കത്തില്ല. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ HP-യുടെ പമ്പ് തന്നെ തപ്പുന്നത് കേട്ടോ. അല്ലായിരുന്നു വേറെ ഒരുപാട് പമ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ HP-യുടെ പമ്പിൽ പോയിട്ട് അടിക്കാം. നമ്മൾ ഈ ഓട്ടം എന്ന് പറയുന്നത് ശ്രീ സിറ്റിയിൽ നിന്നും നമ്മൾ ഹൈദരാബാദിലേക്കാണ് നമ്മൾ ഈ ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 30,000 രൂപയോളം നമുക്ക് വാടകയുണ്ട്. അതിൽ നമുക്ക് ഡീസൽ എക്സ്പെൻസ് വരും. ഡീസൽ ഇപ്പോൾ ഒരു 10,000 രൂപ അടിക്കും. നമുക്ക് 575 കിലോമീറ്ററാണ് നമുക്ക് ഓടാനുള്ളത് കേട്ടോ. അതിൽ നമ്മളൊരു 10,000 ഡീസൽ അടിക്കും. അതിലോട്ട് ഒരു 10-15 രൂപ ചിലവ് വരും. ബാക്കി നമുക്ക് ഇതിനകത്ത് നിന്ന് ഏണിങ്സ് കിട്ടും. ഏണിങ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, 15 രൂപ ബാലൻസ് വരും ഈ ട്രിപ്പിന്. അതാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പം സമയം വൈകിട്ടായി, നമ്മൾ 3 മണി കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹൈദരാബാദ് എത്തണം. നമ്മളെ തമിഴ്നാട്ടിൽ വന്ന ആ റോഡിന്റെ ഫീൽ ഇവിടെ വന്നിട്ട് കിട്ടുന്നില്ല അല്ലേ? അത് സൈഡിലൊക്കെ ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു തോന്നി അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ അത്ര രസമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ലായിരിക്കും. ഇപ്പോഴേ ഇതൊരു 6 വരി ആയത്, ഇതിനുമ്പോ ഇതുവരെ 4 വരി ആയിരുന്നു. NH-16 അങ്ങോട്ട് ചെല്ലുമ്പോൾ നന്നാവും. റോഡ് അത്ര സ്മൂത്ത് ഒന്നും അല്ല. സ്മൂത്ത് അല്ല, ആണ് മറ്റൊന്നും അറിയത്തില്ല, കുലുക്കം പോലും ഇല്ലായിരുന്നു അല്ലേ? ചാടുന്നുണ്ട് ക്യാമറ തന്നെ ഭയങ്കര. ഇനി അങ്ങോട്ടെല്ലാം ലോറികളുടെ ലോകമാണ്, എല്ലാം ലോറികളാണ്. HP പമ്പ് നമുക്ക് കണ്ടെത്താം. മാപ്പിൽ കാണിക്കുന്നില്ല, നോക്കിട്ട് ഇവിടെ നമുക്ക് അല്ലാത്ത പമ്പിൽ അടിക്കാനും പറ്റത്തില്ല. ഇനിയിപ്പം ഇല്ല, എന്നാലും എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 100 കിലോമീറ്ററിനകത്ത് ഓടും. ഡീസലുണ്ട്, അതിനകത്ത് എന്തായാലും എവിടെയെങ്കിലൊക്കെ കാണും. അഥവാ നമ്മൾ പമ്പ് കാണുന്നത് ചിലപ്പോൾ വലയ സൈഡായിരിക്കും, അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. നല്ല ഫുള്ള് പച്ചപ്പാണല്ലോ ആന്ധ്രയിൽ. നെല്ല്, പാലക്കാട് ഓർമ്മ വരുന്നത് പച്ചപ്പ് കാണുമ്പോൾ. ശരി, വല്ലാത്ത കാലാവസ്ഥ. ഇന്ന് കണ്ടോ, ഇന്ന് സമയം ഉച്ചക്കേശേ ആയതുള്ളൂ, പക്ഷെ ഭയങ്കര മൂടലാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് പെയ്തായിരുന്നു, ഇടയ്ക്കൊന്ന് പെയ്ത പെട്ടെന്ന് നിന്നു. സിറ്റിന്ന് ഇറങ്ങിയപ്പോ ചെറുതായിട്ടൊന്ന് പെയ്തു. പിന്നെ മൂടൽ മാറുന്നില്ല. ഇപ്പൊ ഫുള്ള് വൈകിട്ട് പോലെ തന്നെയാണ്. ഇനി എന്താ വെച്ചാൽ പമ്പിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. അതെ, അത്യാവശ്യം ഒന്ന് കുളിക്കണം. അത്യാവശ്യമായിട്ടൊന്ന് കുളിക്കണം അല്ലേ? അതില്ല, കുളിച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടയർഡായി. കുളിക്കാതെ യാത്ര ചെയ്തില്ലേ? നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുളിക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിനി പമ്പിൽ പോയിട്ട് വേണം കുളിക്കാൻ. ശ്രീ സിറ്റിയിൽ ആ സൗകര്യം ഇല്ലായിരുന്നു. നമ്മൾ ഇടയ്ക്കൊന്ന് ഡീസൽ അടിക്കാൻ HP-യുടെ കയറി കേട്ടോ. ഇവിടെ ഡീസലിന് വില കൂടുതലാണ് കേട്ടോ. 97 രൂപ 81 പൈസയാണ്. നമ്മൾ 15,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. 153.36 ലിറ്റർ. ഇത് നമുക്ക് ബാക്കി കാണുകയാണ്. 15,000 രൂപയുടെ ആവശ്യമില്ല. നമ്മൾ ഈ HP-യുടെ പമ്പ് തിരക്കിയിട്ട് നമ്മൾ ഒരുപാട് നടന്നു, പമ്പൊന്നും കിട്ടില്ല. പിന്നെ ഇവിടെ നിന്നുണ്ട് യൂട്ടേൺ അടിച്ചിട്ട് വന്നിട്ടാണ് നമ്മൾ പമ്പിലെത്തിയത്. ഇപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വളച്ചിട്ട് അങ്ങോട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വിടാം. അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹൈദരാബാദ് റൂട്ടിൽ കയറിയിട്ട് പോവുകയാണ്. ഇപ്പം രാത്രിയായി. നമ്മളെ യാത്ര നാളെ നമുക്കൊരു 10 മണിയാകുമ്പോഴത്തേക്ക് ഹൈദരാബാദ് എത്തിയാൽ മതി കേട്ടോ. ആ സമയമാകുമ്പോഴേ എത്തത്തുള്ളൂ. ഇനി നമുക്കൊരു 300 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഫുള്ള് നൈറ്റ് യാത്രയാണ്. നമുക്ക് ഉറക്കം വരുമ്പോൾ അങ്ങ് ഉറങ്ങാം അല്ലേ? ഉറക്കം വരുന്നവരെ നമുക്ക് അങ്ങ് ഓടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ NH-16 തിരിഞ്ഞു. NH-16 തിരിഞ്ഞിട്ട് ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇനി ഇതിലേ പോയിട്ട് ഇനി വീണ്ടും ഹൈവേ കണക്റ്റ് ആവും. അങ്ങനെ നമ്മൾ പോകും. അതാണ് നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞ കേട്ടോ. രാത്രി യാത്ര എന്ന് പറയുമ്പം ഇനി ലോറികൾ മാത്രമേ കാണത്തുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും സാധാരണയൊക്കെ അങ്ങനെയാണ്, കൊച്ചിക്കാണ് ലോഡ് വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഇനി കണ്ടെയ്നർ വണ്ടിക്ക് ഹൈദരാബാദ് പോയ ഓട്ടം കിട്ടും കേട്ടോ. ഈ 32 ഫീറ്റ് വണ്ടികൾക്ക് ഹൈദരാബാദ് എപ്പോഴും ഓട്ടം കാണുന്നതാണ്. ഒറ്റയ്ക്ക് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു വണ്ടി ഓണറും ഡ്രൈവറും ആയിട്ടുള്ളവർക്കാണെങ്കിൽ കണ്ടെയ്നറാണ് നല്ലത്. അതാകുമ്പം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് നമ്മൾ ഓടി മുതലാക്കുവാണെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ടാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റും. കാരണം ഈ ഞാൻ FR8 ആപ്പ് വഴി അങ്ങ് ലോഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡ് കിട്ടും. നമ്മളെല്ലാം കഴിഞ്ഞ വീഴുമ്പോഴത്തെ വീട്ടിലൊക്കെ പറഞ്ഞില്ലാണ് FR8 എന്നുള്ള ആപ്പിനെ പറ്റി. ഒന്നുമില്ല, ലോഡ് ബുക്ക് ചെയ്യുന്ന ആപ്പാണ്. അതിനകത്ത് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ലോഡ് ബുക്ക് ചെയ്യാം.
നമ്മൾ ബ്രോക്കർ ഓഫീസിലൊന്നും പോകുന്നില്ല. നമ്മൾ ബ്രോക്കർ ഓഫീസായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം ഫോണിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഞാനല്ല ബുക്ക് ചെയ്യുന്നത്, എനിക്കറിയാം അത് കമ്പനിയാണ്, അവർ ബുക്ക് ചെയ്ത് തരും. എന്നിട്ട് ലൊക്കേഷൻ അയക്കും, നമ്മൾ അങ്ങോട്ട് പോകും. മറ്റേ റോഡ് കുറച്ചുകൂടെ നല്ലതായിരുന്നു അല്ലേ? ഈ റോഡ് ഇച്ചിരി 4 വരിയേ ഉള്ളൂ. ഇനി കുറച്ച് ദൂരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നല്ല സ്പീഡിൽ വന്നായിരുന്നു കേട്ടോ. NH 16 നമ്മളാ തുടക്കത്തിൽ കാണിച്ചില്ലേ? ബെറ്ററായില്ല. അതെ, ഇന്നത്തെ റോഡല്ലേ നമ്മുടെ നാട്ടില് നല്ല റോഡാ. നമ്മളിപ്പോ വന്നത് വെച്ചുകൊണ്ടാണ് നമുക്കിത് ചെറിയ റോഡായിട്ട് തോന്നുന്നത്. പിന്നെ വെച്ചാൽ ഈ റൂട്ടിലേട്ടോ, ഈ സ്റ്റേറ്റ് ഹൈവേയിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ സൈഡിലൊന്നും കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വിജനമാണ്. ആണാണ് ഇത്. ചെറുതായിട്ടൊന്ന് പേടിയോ. പിന്നെ ബൈക്കിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ടിൽ ക്രോസ് ചെയ്തൊക്കെ പോകുമ്പോൾ ചെറിയൊരു പേടി വരും, ആളില്ലാത്ത റോഡിലൂടെ വരുമ്പോഴേ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് രാത്രിയാകുമ്പോൾ. മറ്റേ ഹൈവേയിൽ പേരുള്ള ഹൈവേയിൽ പോകുമ്പോൾ കുഴപ്പമില്ല. സ്റ്റേറ്റ് ഹൈവേയിൽ പോകുമ്പോൾ ഭയങ്കര വിജനമായിരിക്കും. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ഇത് ഫുള്ള് വിജനമായ റോഡാ. പിന്നെ ഈ ലോറിക്കാർ മാത്രം ഉണ്ടാവും. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഹൈവേയിൽ ഫുള്ള് കാറായിരിക്കും. ഇവിടെ ഹൈവേയിൽ അതെ, ലോറി പിന്നെ ഇന്നോവ കാർ കാണുമല്ലേ. ലക്ഷറി കാർ എന്ന് പറഞ്ഞാൽ ഇന്നോവയാ. നമ്മളൊരു ടോളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ ലോങ് യാത്ര ചെയ്ത് വരുമ്പം ടോള് സത്യം പറയാൻ ഒരു ആശ്വാസമായിട്ടുള്ള ഘടകമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി കടകളും കാര്യങ്ങളും ഒക്കെ കാണാനും വണ്ടി ഒന്ന് ചവിട്ടാനും ഒക്കെ പറ്റുന്നത് ടോളിലെത്തുമ്പോഴാണ്. ഇത് ചെറിയൊരു ടോളാണ്. ഇവിടെ തന്നെ നമുക്ക് ലോറിക്ക് 203 രൂപ അല്ല 303 രൂപ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ടോളാണെങ്കിലും പൈസ കൂടുതലാണ്, 303 രൂപ ഉണ്ട്. ട്രക്കിന് 12 കിലോയാകുമ്പോൾ കൂടും. പാസ്സാവുന്നില്ലേ? പാസ്സായി. റിവേഴ്സ് എടുക്കുന്ന വണ്ടി. ടോളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവത്തില്ല, അതൊക്കെ കൊണ്ടാണ് റിവേഴ്സ് എടുക്കേണ്ടി വരുന്നത്. സമയം എന്ന് പറയുന്നത് വെളുപ്പിനൊരു 2:30 ആയിട്ടോ. 2:30 സമയത്ത് ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കണ്ടു. നമുക്കിനി ഒരു 100 കിലോമീറ്ററും കൂടി ഓടാണ് കേട്ടോ. ഞാൻ ഐസിന് പമ്പിൽ കയറ്റിയില്ല, പമ്പിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒതുക്കി, സൈഡിലായിട്ട് വണ്ടി ഒതുക്കി, റോഡിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് മാറി ചെറുതായിട്ട് റോഡിൽ നിന്ന് ഒതുക്കിയിട്ടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. പമ്പിൻ്റെ അവിടെ സ്ഥലമില്ല, പിന്നെ പമ്പിനകത്ത് കയറ്റിയിട്ടാൽ ശരിയാ, അവിടെ അടുത്ത് ചോദിക്കുകയൊക്കെ വേണം. പമ്പ് ക്ലോസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും പമ്പിൻ്റെ അടുത്ത് തന്നെ അങ്ങ് നിർത്തി. നിങ്ങളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറക്കം ഒഴിഞ്ഞ് വണ്ടി ഓടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വണ്ടിക്കകത്ത് കയറുക, കിടന്നുറങ്ങുക. മനു ഓൾറെഡി കിടന്നു. അപ്പം ഞാനും ഇനി വണ്ടിക്കകത്ത് കയറിയിട്ട് കിടക്കാനുള്ള പ്ലാനാണ് കേട്ടോ. നേരെ അപ്പോൾ വണ്ടിക്കകത്ത് കയറി കിടക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി കുറച്ച് നേരം കിടക്കട്ടോ. നല്ല ടയർഡായിട്ടുണ്ട്. ഉച്ചയ്ക്ക് തുടങ്ങിയ ഓട്ടോ ആണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ ഹൈദരാബാദ് എത്തും. കുറച്ച് ദൂരമേ ഉള്ളൂ. നാളെ രാവിലെ ഒരു 5 മണിയല്ല, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കും. 7 മണിയൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് നേരെ ഹൈദരാബാദ് പോയി ലോഡൊക്കെ ഇറങ്ങണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ വേണ്ട വണ്ടിയുടെ ലൈറ്റ് വെട്ടത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗുഡ് നൈറ്റ്.